ഡൽഹി സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യത്തെ ടി.വി. വാർത്താ ചാനലുകൾക്ക് ശക്തമായ താക്കീതുമായി കേന്ദ്ര സർക്കാർ. ചെങ്കോട്ട സ്ഫോടനത്തെ തുടർന്ന് ചില മതമൗലികവാദികളുടെ ചാനലുകളിൽ ഭീകരവാദത്തിനെ വെളുപ്പിക്കാൻ അവർ അടുപ്പുകൂട്ടി കഷ്ടപ്പെടുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. ഭീകരവാദികളെ പരോക്ഷമായി പിന്തുണയ്ക്കുന്ന രീതിയിൽ സർക്കാരിന്റെ സുരക്ഷാ വീഴ്ചയാണ് ഭാരതത്തിലുണ്ടാകുന്ന എല്ലാ ഭീകരാക്രമണങ്ങൾക്കും കാരണമെന്ന് പറഞ്ഞു തുടങ്ങുന്ന ഈ ചർച്ചകൾ ഒടുവിൽ ഈ ഭീകരാക്രമണങ്ങൾ സർക്കാർ സ്പോൺസർ ചെയ്തതാണോ എന്ന് വരെ സംശയം പ്രകടിപ്പിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ആഴ്ചകളിൽ. ഇപ്പോഴിതാ ചില ചാനലുകൾ ബോംബ് എങ്ങനെ നിർമ്മിക്കാം എന്നതിനെ കുറിച്ചുള്ള ട്യൂട്ടോറിയൽ ക്ലാസുകൾ അടക്കം സംപ്രേഷണം ചെയ്തതിന് പിന്നാലെയാണ് ശക്തമായിട്ടുള്ള താക്കീതുമായി ഒരു കടിഞ്ഞാണുമായി കേന്ദ്ര സർക്കാർ രംഗത്ത് വരുന്നത്. മാധ്യമങ്ങൾക്ക് മേൽ ഈ കടിഞ്ഞാണിടുന്നത് നവംബർ 18 ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയം സ്വകാര്യ ഉപഗ്രഹ ടെലിവിഷൻ ചാനലുകൾക്ക് ഔദ്യോഗികമായി മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. രാജ്യവിരുദ്ധമായ പ്രവർത്തനങ്ങൾക്ക് സൗകര്യമൊരുക്കുകയോ ഭീകരവാദത്തിനെ പരോക്ഷമായി ന്യായീകരിക്കുകയോ ചെയ്യുന്ന വാർത്തകളും ദൃശ്യങ്ങളും സംപ്രേഷണം ചെയ്യരുത് എന്നാണ് മുന്നറിയിപ്പ്. സർക്കുലർ അനുസരിച്ച് ചില ചാനലുകൾ ഭീകരാക്രമണത്തെ ന്യായീകരിക്കുകയും ചെങ്കോട്ട സ്ഫോടനത്തിലെ പ്രതികളോട് സഹതാപം പ്രകടിപ്പിക്കുകയും ബോംബ് നിർമ്മാണത്തെക്കുറിച്ചുള്ള ട്യൂട്ടോറിയൽ വീഡിയോകൾ അടക്കം സംപ്രേഷണം ചെയ്തിട്ടുണ്ട്. ഇത്തരം ഉള്ളടക്കം അപകടകരമാണെന്ന് സർക്കാർ വ്യക്തമായി ചൂണ്ടിക്കാട്ടി. ഇത് രാജ്യത്ത് അസ്വസ്ഥതകൾക്ക് തിരികൊളുത്തും, ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കാനും ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയാകാനും ഇത്തരം വാർത്തകൾക്ക് സാധ്യതയുണ്ട് എന്ന് സർക്കുലറിൽ പറയുന്നു. ഡൽഹിയിലെ ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള സ്മാരകങ്ങളിൽ ഒന്നാണ് ചെങ്കോട്ട. അവിടെ അതിന് സമീപമുണ്ടായ ഈ സ്ഫോടനത്തിന് ശേഷം രാജ്യത്തിലെ ജനങ്ങൾ ഭീതിയിലാണ്. തീവ്രവാദ ശക്തികൾ മാധ്യമ കവറേജിന് ദുരുപയോഗം ചെയ്യാൻ സാധ്യതയുണ്ടെന്നും അത് ഭീകരവാദ പ്രചാരണത്തിന് ശക്തി പകരാമെന്നും സുരക്ഷാ ഇന്റലിജൻസ് ഏജൻസികൾക്ക് കടുത്ത ആശങ്കയുണ്ട്. സർക്കുലറിൽ കേബിൾ ടെലിവിഷൻ നെറ്റ്വർക്ക് റൂൾസ് ഉദ്ധരിച്ചുകൊണ്ട് അക്രമത്തിന് പ്രേരണ നൽകുന്നതോ ദേശീയ ഐക്യത്തിന് ഭീഷണി ഉയർത്തുന്നതോ ആയ ഉള്ളടക്കങ്ങൾ വിലക്കുന്ന വ്യവസ്ഥകൾ ഈ സർക്കുലറിൽ പറയുന്നുണ്ട്. അതായത് ഈ വ്യവസ്ഥകൾ ഇനി ലംഘിക്കുകയാണെന്നുണ്ടെങ്കിൽ ചാനലുകൾ വിലക്ക് നേരിടും എന്ന് തന്നെയാണ് പറയുന്നത്. ചാനലുകൾ ഒരുപക്ഷെ ഇനി ഒരിക്കലും സംപ്രേഷണം ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നടപടികൾ എടുക്കും എന്ന് തന്നെയാണ് താക്കീത്. ചാനൽ എഡിറ്റോറിയൽ ബോർഡും വാർത്താ അവതാരകരും ഈ അവസരത്തിൽ ഉയർന്ന വിവേക ബോധത്തോടെ പെരുമാറണമെന്നും സർക്കുലറിൽ വിമർശിക്കുന്നു. ഇതൊരു മുന്നറിയിപ്പ് മാത്രമല്ല, കൃത്യമായ ഒരു ശാസന കൂടിയാണ്. ദേശീയ ദുരന്തത്തിന്റെ ഈ സമയത്ത് ചില മാധ്യമ സ്ഥാപനങ്ങൾ ഉത്തരവാദിത്തമുള്ള മാധ്യമ പ്രവർത്തനത്തിൽ നിന്ന് വ്യതിചലിച്ചു. സംയമനത്തോടെയുള്ള റിപ്പോർട്ടിങ്ങിന് പകരം തീവ്രവാദികളെ റിക്രൂട്ട് ചെയ്യാൻ സഹായിച്ചേക്കാവുന്ന കണ്ടന്റ് പ്രക്ഷേപണം ചെയ്തു എന്നത് അങ്ങേയറ്റത്തെ നാണക്കേട് ഉളവാക്കുന്ന ഒരു കാര്യമാണ്. വൈറ്റ് കോളർ ഭീകരവാദത്തിന്റെ ചങ്ങലക്കണ്ണികൾ ഇതുപോലെയുള്ള ചാനലുകളിലേക്ക് നീളുന്നുണ്ടോ എന്നുള്ളതിന് ഒരു സൂചന കൂടിയാണ്. വാർത്താമുറികൾ ബോംബ് നിർമ്മാണ ട്യൂട്ടോറിയലുകൾ സംപ്രേഷണം ചെയ്യുമ്പോൾ, ചാവേറായ ഉമറുൻ നബിയെ പരോക്ഷമായി ന്യായീകരിക്കുമ്പോൾ, നാളെ ഒരു ടെറർ മോഡ്യൂളിനെ മാധ്യമ സ്ഥാപനങ്ങളിൽ നിന്ന് പിടികൂടിയാലും സംശയിക്കേണ്ടതില്ല. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.